മോളെ ടാറ്റ കൊടുത്തേ. അവരുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ടാറ്റ തന്നു. ഒപ്പം കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും. അറിയാതെ മുഖത്ത് വേദന പടർന്നു. പ്രണവേട്ടൻ ഇന്നലെ തല്ലിയതിൻ്റെ വേദന ഇപ്പോഴുണ്ട്. കവിളിൽ അവൾ ഉമ്മ തന്നപ്പോൾ എനിക്ക് വേദനിച്ചത് അവർ രണ്ടുപേരും കണ്ടില്ലെങ്കിലും ഒരാളത് കണ്ടു. എന്നാൽ ശരി, പോയി വരൂ. ഞാനും ഹോസ്പിറ്റലിൽ പോകുക. ഞങ്ങളോട് യാത്ര പറഞ്ഞ് അയാൾ പോയി. ഞാനും പ്രണവേട്ടനും മാത്രമായി അവിടെ. ആ കണ്ണുകൾ എൻ്റെ മുഖത്ത് തന്നെ പതിഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി. പ്രണവ്. പെട്ടെന്നാണ് പരിചിതമായ ആ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ പ്രവീണേട്ടനായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ചേട്ടനെന്താ ഇവിടെ? പ്രവീണേട്ടനോട് ആ ചോദ്യം ചോദിക്കുമ്പോഴും ആ കണ്ണുകൾ എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആ, ഇവിടെ ഒരാളെ കാണാൻ വന്നതായിരുന്നു. ഇന്നലെ രാത്രി എത്തി. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് ഇന്നലെ വരാതിരുന്നത്. ഇന്നൊരുമിച്ച് നാട്ടിൽ പോവാമെന്ന് കരുതി. ചിരിയോടെ ഞങ്ങളെ നോക്കി പ്രവീണേട്ടൻ പറഞ്ഞപ്പോൾ വരാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി. ഇന്നലത്തെ രാത്രിയിലെ സംഭവങ്ങൾ ഒരു മിന്നായം പോലെ മനസ്സിലൂടെ പാഞ്ഞു. എന്തു പറ്റി ഗായത്രി? വയ്യേ? മുഖമൊക്കെ വാടിയിരിക്കുന്നു. പ്രണവേട്ടനും എന്നെ നോക്കി. ഏയ്, ഒന്നുമില്ല. നാട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട്. കഴിയുന്നതും ഉള്ളിലെ സങ്കടം പുറത്തു കാട്ടാതെ ഞാൻ പറഞ്ഞു. ആഹാ, നല്ല ആളാണല്ലോ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും എത്ര തവണ ഇങ്ങനെ പോവേണ്ടി വരും? മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും അതിനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നാട്ടിലേക്കുള്ള യാത്രയിലുടനീളം മൗനം മാത്രമായിരുന്നു ഞാൻ. ഇടയ്ക്ക് പ്രവീണേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഉത്തരം ഒതുക്കും. പ്രണവേട്ടൻ എന്നോട് ഒന്നും സംസാരിച്ചില്ല. ഒരു കണക്കിന് അതും എനിക്ക് ഒരു ആശ്വാസമായിരുന്നു. ഒടുവിൽ നീറുന്ന മനസ്സുമായി രാജ്യത്തിൻ്റെ തലസ്ഥാനത്തോട് ഞാനൊരു യാത്ര പറഞ്ഞു. ആഹാ, പ്രവീണേട്ടനും ഇവരുടെ കൂടെയാണോ വന്നേ? വീട്ടിൽ വന്നപ്പോൾ രോഹിണി ചേച്ചി അടുത്തേക്ക് വന്നു. വെൽക്കം ടു ഹോം. അടുത്ത് ഋഷിയും വന്നു നിന്നു. പിന്നാലെ അച്ഛനും അമ്മയും. എല്ലാവരെയും കണ്ടതുകൊണ്ടാവാം സങ്കടങ്ങൾ കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഷെടാ, യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഏട്ടത്തി കുറച്ചും കൂടെ വെളുത്ത് തൊടുത്തു വരുമെന്നാണ് ഞാൻ കരുതിയത്. എന്തു പറ്റി? വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എനിക്കും തോന്നി. രോഹിണി ചേച്ചി പ്രണവേട്ടനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് നാടൊക്കെ മാറി എന്നതുകൊണ്ടാ. ഞാനും മറുപടി നൽകി. യാത്ര ചെയ്തത് വന്നതല്ലേ, പോയി വിശ്രമിക്കും മക്കളെ. അത്രയും പറഞ്ഞ് അച്ഛനും അമ്മയും പോയി. ഞാൻ നേരെ റൂമിൽ ചെന്നു. കുളിച്ച് പുറത്തു വന്നപ്പോൾ അവിടെ രോഹിണി ചേച്ചിയും ഋഷിയെയും കണ്ടു. എന്തായാലും ഇപ്പോൾ ഒന്നും അവളോട് പറയണ്ട. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. സ്വാതിയുടെ കാര്യം അറിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകും. അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ രോഹിണി ചേച്ചി പറഞ്ഞ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു എൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടാൻ. സ്വാതി. എൻ്റെ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ചേച്ചി, എന്താ അവൾക്ക്? പറയ്. ഗായത്രി പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ പനി, അത്രയേ ഉള്ളൂ. നീ വന്നപ്പോൾ തന്നെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പറയാതിരുന്നത്. ഞാൻ അവരുടെ അടുത്തേക്ക് പോവാ. പ്രണവ് ഇപ്പോൾ വരും. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോയിട്ട് വാ. ഇല്ല, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. എനിക്ക് അവളെ ഇപ്പോൾ കാണണം. എന്നാൽ നിൽക്ക്, ഞങ്ങളും വരാം. സാരമില്ല ചേച്ചി, ഞാൻ പെട്ടെന്ന് പോയി വരാം. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ചേച്ചി സമ്മതിച്ചു. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. ആശുപത്രിയിലെത്തി വാർഡിൽ പോയി അവളെ കണ്ടപ്പോൾ മനസ്സ് അറിയാതെ വിങ്ങിപ്പോയി. അതിൻ്റെ കാരണം കട്ടിൽ ക്ഷീണിച്ച് ട്രിപ്പിട്ട് കിടക്കുന്ന എൻ്റെ അനിയത്തിയെ കണ്ടിട്ടാണോ? അതോ സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും അവൾക്ക് കൂട്ടായി അവിടെ അവളുടെ കൂട്ടുകാരിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല. ഞാൻ അവിടേക്ക് ചെന്നു. സ്കൂളിൽ വെച്ച് തല കറങ്ങി വീണു. പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞത് ആഹാരമൊന്നും നേരത്തെ കഴിക്കാത്തത് കൊണ്ടാണെന്നാ അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു. അമ്മ. അവരെ ആ വാക്ക് വിളിക്കുമ്പോൾ ഒരു തരം അറപ്പാണെങ്കിലും പുറമെ കാട്ടിയില്ല. ആൻറ്റി ഇവൾക്കുള്ള ആഹാരം കൊണ്ടുവരാൻ പോയിരിക്കുക. ആ, നിങ്ങൾ പോയിക്കോളൂ. അവരെ പെട്ടെന്ന് പറഞ്ഞു വിട്ട് ഞാൻ അവളുടെ അടുത്തിരുന്നു. വാർഡാണെങ്കിലും അധികം ആളുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞ കണ്ണുനീർ ഞാൻ തുടച്ചതുമില്ല. അവളുടെ തലയിൽ തടവി ഞാൻ അവളെ തന്നെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു. ആദ്യം ഒന്ന് പരതി നോക്കിയെങ്കിലും എന്നെ കണ്ടപ്പോൾ പല വികാരങ്ങളും അവളുടെ കണ്ണിൽ മിന്നി. ചേച്ചി. എണീക്കാൻ വയ്യായെങ്കിലും അവൾ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. ചേച്ചി, എനിക്ക് പേടിയാവുക. ഞാൻ അവളുടെ കണ്ണീർ തുറിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് എനിക്കവളൊരു പൊട്ടിക്കരച്ചിൽ മാത്രമാണ് മറുപടിയായി തന്നത്. മോളെ, നീ ഇങ്ങനെ കരയാതെ എന്തുണ്ടെങ്കിലും ചേച്ചിയോട് പറയ്. അവൾ കരയുമ്പോൾ നീറുന്നത് എൻ്റെ മനസ്സായിരുന്നു. അത് ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ടു വന്നപ്പോൾ വീട്ടിൽ അച്ഛനില്ലായിരുന്നു. അവിടെ അമ്മയും ആ സുധിയും തമ്മിൽ. ഒരു നിമിഷം തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. സ്വാതിയും എല്ലാം അറിഞ്ഞു. സ്വന്തം അമ്മയുടെ വഴിപിഴച്ച ബന്ധം കാണേണ്ടി വന്ന ഒരു മകളുടെ ഗതികേടിൻ്റെ കണ്ണീറായിരുന്നു അവൾ നേരത്തെ പൊഴിച്ചത്. അമ്മ ചീത്തയെ ചേച്ചി, ചീത്തയാ. സ്വാതി, നീ കരയാതെ. നീ എല്ലാം മനസ്സിലാക്കി എന്ന് അവർ അറിഞ്ഞോ? അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. എന്തു പറയണമെന്നറിയാതെ ഞാൻ ഇരുന്നു. ചേച്ചി, എന്നെയും കൂടെ കൊണ്ടുപോവോ? ചേച്ചിയുടെ കൂടെ? അവളുടെ ആ ചോദ്യം എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ടു. മോളെ.
എനിക്ക് പേടിയാ. അവളെ കെട്ടിപ്പിടിച്ച് കണ്ണു നിറഞ്ഞൊഴുകുമ്പോഴും ഒന്നു മാത്രമേ ഞാൻ ദൈവത്തിനോട് ചോദിച്ചുള്ളൂ, എന്തിനാ ഈ പരീക്ഷണം? കുറച്ചു കഴിഞ്ഞ് ആ വൃത്തികെട്ട സ്ത്രീ ആഹാരവുമായി എത്തി. നിനക്കെന്താടി ഇവിടെ കാര്യം? വന്ന പാടെ എൻ്റെ മേൽ ചാടി. സർക്കാർ ആശുപത്രി നിങ്ങളുടെ കുടുംബസ്വത്വമൊന്നുമല്ലല്ലോ, അപ്പോൾ എനിക്ക് ഇവിടെ വരാം. എൻ്റെ മറുപടി അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സ്വാതി ഒന്നും പറയുന്നില്ലെങ്കിലും അവളുടെ മൗനത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇന്ന് അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവളുടെ സ്വന്തം അമ്മയെ തന്നെയാണെന്ന്. നീ കാരണം എൻ്റെ മോള് പോലും ഇപ്പോൾ എന്നോട് മിണ്ടുന്നില്ല. അത് ഞാൻ കാരണമല്ല, സ്വന്തമായി വരുത്തി വെച്ച വിധിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നാടി നീ പറയുന്നത്? അത് പറയാൻ എനിക്ക് തന്നെ അറപ്പാണ്. എനിക്ക് മാത്രമല്ല, ഏതൊരു പെണ്ണിനും. എൻ്റെ മറുപടി കേട്ട് അവർ എന്നെ ഒന്ന് നോക്കി. സ്വാതി അവർക്ക് നേരെ മുഖം തിരിച്ചു. കാണാൻ ആഗ്രഹമില്ലാച്ചിട്ടും കാണാൻ കാത്തുനിന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ്. അവർ എന്താ എന്ന അർത്ഥത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വാതി ഇനി ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോളും. എൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിക്കും, അല്ലാതെ നീയല്ല. സ്വാതിയെ നിങ്ങൾ പ്രസവിച്ചു എന്നതൊഴിച്ചാൽ അമ്മ എന്ന സ്ഥാനം ഇവൾ നൽകിയിട്ടുള്ളത് എനിക്കാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചാലും മതി. എന്നാൽ അത് കാണണമല്ലോ, അവർ വെല്ലുവിളിയായി പറഞ്ഞു. ഞാൻ സ്വാതിയെ നോക്കി. എന്നിട്ട് അവരോടായി പറഞ്ഞു, സ്വാതി മാറി നിൽക്കുന്നതല്ലേ നിങ്ങൾക്കു നല്ലത്. അതാകുമ്പോൾ കാമുകനെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് കയറ്റാലോ. എൻ്റെ ആ വാക്കുകൾ കേട്ട് അവർ ശരിക്കും ഞെട്ടി നിന്നു. പരുങ്ങലോടെ സ്വാതിയെ നോക്കി. നോക്കണ്ട, അവളും അറിഞ്ഞു എല്ലാം. അതുവരെ തലയുയർത്തി പിടിച്ചിരുന്ന അവളുടെ തല താന്നു. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ സ്വാതിയെ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റുന്നത് എന്ന്. മറുപടി ഇല്ലായിരുന്നു അവർക്ക്. ഇനി നിങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അനിയത്തിയുടെ ജീവനും ജീവിതവും വച്ച് ഒരു കളിക്ക് ഞാനില്ല. അത്രയും ഉറപ്പിച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ സ്വാതിയുടെ അടുത്തേക്ക് പോയി നിന്നു. എൻ്റെ കൺമുമ്പിൽ തന്നെ നിർത്തണമെന്നുണ്ട്, പക്ഷേ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. പക്ഷേ ചേച്ചി, ഹോസ്റ്റൽ ഫീസും മറ്റു ചിലവുമൊക്കെ. അവളുടെ ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകിയത് ചെവിയിലും കയ്യിലും കിടന്ന് എൻ്റെ കമ്മലും വളയും ഊരിക്കൊണ്ടായിരുന്നു. അവളെ ആ വീട്ടിൽ നിർത്തില്ല എന്നത് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. സ്വാതി ഇനി മുതൽ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കും. എൻ്റെ തീരുമാനം കേട്ട് മറുത്തൊന്നും പറയാതെ അവർ നിന്നു. വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ മനസ്സ് മൊത്തം സ്വാതി മാത്രമായിരുന്നു. ഒരിക്കൽ എന്നെക്കൊണ്ട് ആ സ്തുതിയെ കല്യാണം വരെ കഴിപ്പിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ പോലും എന്നെ രക്ഷിച്ചത് അവളായിരുന്നു. അകത്ത് കയറിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒപ്പം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച മുഖവും അവിടെ ഉണ്ടായിരുന്നു. ശോഭാമ്മ, രോഹിണി ചേച്ചിയുടെ അമ്മ. എന്നെ കണ്ടതും ആ മുഖവും തെളിഞ്ഞു. സുഖമല്ലേ മോളെ? ആ അമ്മയുടെ തലോടലിൽ തന്നെ മുമ്പ് അനുഭവിക്കാത്ത വാത്സല്യം ഞാൻ അനുഭവിച്ചു. പലതും ഞങ്ങൾ സംസാരിച്ചത് കൊണ്ട് നിന്നപ്പോഴാണ് ആ ചോദ്യം അമ്മ എന്നോട് ചോദിച്ചത്. പ്രണവ് ഇപ്പോൾ എങ്ങനെയാ, സ്നേഹത്തിലാണോ? ആ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിന്നപ്പോഴാണ് പ്രണവേട്ടൻ വന്നത്. ആ, നിന്നെയും കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മ ഏട്ടനെ നോക്കി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പ്രണവ്, നീ... ചേച്ചി ഏട്ടനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ ശ്രദ്ധിച്ചത്. ഗായത്രി, നിന്റെ കമ്മലും വളയും എവിടെ? ചേച്ചി ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ മുന്നിലായിരുന്നു, പ്രണവേട്ടൻ്റെ ഉൾപ്പെടെ. അത് ഊരി വെച്ചു അല്ലേ? അവൾ ഇങ്ങനെയാ അമ്മേ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് അതെങ്കിലും ഇടിപ്പിച്ചതെന്നറിയോ? അവസാനം അത് ഊരി വെച്ചു. ആ മറുപടി ഒരു പരിധിവരെ എന്നെ രക്ഷിച്ചു. ആ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ നിന്റെ ചെറിയമ്മ പ്രശ്നത്തിനൊന്നും വരുന്നില്ലല്ലോ? ശോഭാമ്മയുടെ വാക്കുകൾ കേട്ട് പ്രണവേട്ടൻ ഒന്ന് ഞെട്ടിയതായി എനിക്ക് തോന്നി. ഇല്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പ്രണവേട്ടൻ പിന്നെ അവിടെ നിന്നില്ല. പെട്ടെന്ന് റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഞാനും പോയി. റൂമിൽ കയറിയപ്പോൾ കട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ അകത്ത് കയറി അലമാര തുറക്കാൻ തുടങ്ങിയപ്പോൾ ഏട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിർത്തി. പതിവ് ദേഷ്യമില്ല, എന്നാലും ദേഷ്യം ഉണ്ടാ മുഖത്ത്. അപ്പോൾ ഇവിടെ ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു അവർ നിന്റെ അമ്മയല്ല എന്ന്. ഞാൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. പിന്നെ എന്തുകൊണ്ടാ എന്നോടൊന്ന് നേരത്തെ പറയാതിരുന്നത്? ആ ചോദ്യം കേട്ട് ഞാൻ ആ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി. അതിന് ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും കേൾക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? വേദന കലർന്ന എൻ്റെ മറുപടി ആ മുഖത്തെ ദേഷ്യം പതിയെ മാറ്റി. ഭാര്യ എന്ന സ്ഥാനം വേണ്ട, ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളാണെന്ന് പരിഗണന പോലും എനിക്ക് തന്നിട്ടുണ്ടോ പ്രണവേട്ടൻ? എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളിൽ നോക്കി ഞാൻ തുടർന്നു. നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത് എന്താണെന്നറിയോ? തെറ്റിദ്ധാരണ. അതൊക്കെ മാറ്റി എല്ലാം തുറന്ന് സംസാരിക്കാൻ എത്രയോ തവണ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എനിക്കെന്താ പറയാനുള്ളത് എന്ന് കേട്ടിട്ടുണ്ടോ? അവസാനം വന്ന എൻ്റെ ശബ്ദം ഇടറി. എങ്കിലും മനസ്സിൽ കിടന്ന് വിങ്ങുന്നതെല്ലാം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി എല്ലാവരെയും ആ സ്ത്രീ ചതിക്കുകയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഓർത്തിട്ടുണ്ടോ? അപ്പോൾ പോലും എല്ലാം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുക മാത്രമല്ലേ ചെയ്തത്. ഞാനും അവരെ പോലെ ജീവിക്കുകയാണ് എന്ന്. കണ്ണു നിറയുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ തടഞ്ഞില്ല. എൻ്റെ ഉള്ളിലെ സങ്കടം പ്രണവേട്ടനും അറിയണമെന്ന് എനിക്കും തോന്നി. അവരെ പോലെ നടക്കാനായിരുന്നുവെങ്കിൽ എനിക്ക് മുമ്പേ ആവായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു വീട്ടുജോലിക്കാരിയായി ഈ വീട്ടിൽ ഞാൻ വരില്ലായിരുന്നു. പണവുമായി അന്ന് കണ്ടില്ലേ അവരുടെ കാമുകൻ സുധി? അയാൾ തന്നെ ഉണ്ടായിരുന്നു.
അപ്പോഴും ആവശ്യമില്ലാതെ ദ്രോഹിക്കുക മാത്രമല്ലേ പ്രണവേട്ടൻ എന്നോട് ചെയ്തത്. എന്നിട്ടും ഒന്നും പ്രതികരിക്കാതെ എല്ലാം കേട്ടു നിന്നിട്ട് മാത്രമല്ലേ ഉള്ളൂ ഞാൻ. എന്നോടുള്ള ദേഷ്യം കൂടിയത് അന്നല്ലേ ഏട്ടനെ മനഃപൂർവ്വം കള്ളം പറഞ്ഞ് ആ ഗോഡയിൽ കൊണ്ടുവന്നു എന്നല്ലേ വിചാരിച്ചിരിക്കുന്നേ. അത് കെണി തന്നെയായിരുന്നു. എൻ്റെ കല്യാണം തന്നെയായിരുന്നു ലക്ഷ്യം. അത് പക്ഷേ അവർ വിചാരിച്ചതിൻ്റെ വിപരീതമായി മാത്രമാണ് നടന്നത്. വിശ്വസിക്കുമോ എന്നറിയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ണീർ ഒഴുകും തോറും മനസ്സിലെ ഭാരം ഞാൻ പുറത്തു വരുന്ന വാക്കുകളിലൂടെ കുറച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എന്നെ സേവിപ്പിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. കെട്ടിയ പെണ്ണ് അന്തസ്സില്ലാത്തവളാണ്, കുടുംബമഹിമ ഇല്ലാത്തവളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവിതത്തിലെ എല്ലാ സ്വപ്നവും തകർന്ന, പഠിപ്പ് പാതി വഴിയിൽ നിർത്തി ഒരു വീട്ടുജോലിക്കാരിയാവേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ ഊഹിക്കാൻ പറ്റുമോ? പണം കിട്ടിയാൽ മകളെപ്പോലും വിൽക്കാൻ മുമ്പിൽ നിൽക്കുന്ന സ്വന്തം അച്ഛനെ കാണുമ്പോൾ ഉള്ള ഒരു പെണ്ണിൻ്റെ ഗതികേട് ചിന്തിക്കാൻ പറ്റുമോ? മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് ആ സുധി അയാൾ എൻ്റെ വീട്ടിലുണ്ടാകുമെന്ന് ഉറപ്പുള്ള എത്രയോ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് താമസിച്ചിറങ്ങിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പോലും മാനം കാക്കാൻ വേണ്ടി ഓടുന്ന ഒരു പൊട്ടിപ്പെണ്ണ്. കണ്ണീർ തുറച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. എന്നാൽ അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചത് എന്താണെന്നറിയോ? ഞാൻ എൻ്റെ താലിമാല എടുത്ത് ദാ ഇത്, പ്രണവേട്ടൻ പറഞ്ഞതുപോലെ എത്ര ദിവസത്തെ ആയുസ് കാണുമെന്നറിയില്ല, എങ്കിലും തൽക്കാലമെങ്കിലും ഒരു സമാധാനം തന്നതുകൊണ്ടാണോ എന്നറിയില്ല. എപ്പോഴും വഴക്ക് മാത്രം പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും എന്നോ ഇഷ്ടപ്പെട്ടു പോയി. ഒടുവിൽ ഞാൻ പറഞ്ഞു മനസ്സിലെ ആ പ്രണയം. ഇമ വെട്ടാതെ എന്നെ തന്നെ നോക്കി ആ കണ്ണുകളും. എൻ്റെ ജീവിതവും കഥയും പറഞ്ഞ് സ്നേഹവും സിമ്പതിയും ഉണ്ടാക്കണം എന്ന് പറയുന്നില്ല. ദയവ് ചെയ്ത് മനസ്സുകൊണ്ട് പോലും ചെയ്യാത്ത കുറ്റത്തിന് കുറ്റപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. കരഞ്ഞുകൊണ്ട് ആ മുറിവിട്ട് പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് തന്നെ അതേ കലങ്ങിയ കണ്ണുമായി മറ്റൊരാൾ ഉണ്ടായിരുന്നു, രോഹിണി ചേച്ചി. ഒന്നും പറയാതെ ആ നെഞ്ചിൽ വീണ് കരയുമ്പോൾ ഒന്നേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, തോറ്റുപോയി ചേച്ചി. അന്ന് പിന്നീട് ഏട്ടൻ്റെ മുമ്പിൽ ഞാൻ ചെന്നില്ല. കഴിയുന്നതും വൈകി തന്നെ മുറിയിൽ കയറി ഷീറ്റ് വിരിച്ച് നിലത്ത് കിടന്നു. പക്ഷേ ഉറക്കം അകലെയായിരുന്നു. പുറത്തെ നിലാവ് ജനൽ കൂടി അടിച്ചപ്പോൾ മനസ്സിലായി എനിക്ക് മാത്രമല്ലായിരുന്നു ഉറക്കം അകലെയെന്ന്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. പക്ഷേ പതിവ് പോലെ പ്രണവേട്ടൻ കട്ടിലില്ലായിരുന്നു. കുളിച്ച് കണ്ണാടിയുടെ മുമ്പിൽ വന്ന സിന്ദൂരം തൊട്ടു. തിരിഞ്ഞതും പിന്നിൽ നിന്ന് പ്രണവേട്ടനുമായി ഇടിച്ചു. ഒരു നിമിഷം ആ നിശ്വാസം എൻ്റെ നെറ്റിയിൽ തട്ടി. ഞാൻ പെട്ടെന്ന് അല്പം മാറി. മേ ഐ കം ഇൻ? പെട്ടെന്നായിരുന്നു പുറത്തു നിന്ന് ഋഷി ചോദിച്ചത്. ഏട്ടൻ പോയി വാതിൽ തുറന്നു. ചേട്ടാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കെ അവനൊന്ന് നിർത്തി. ആദ്യം പ്രണവേട്ടനെ നോക്കി, പിന്നെ എന്നെ നോക്കി. അവൻ്റെ പതിവ് കള്ളച്ചിരി ചിരിച്ചു. എന്താടാ നിന്ന് ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരിക്കലും ഞാനിങ്ങനെ രാവിലെ തന്നെ നിങ്ങളുടെ മുറിയിൽ വരാൻ പാടില്ലായിരുന്നു. ഞാൻ പ്രണവേട്ടനെ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നു. മനസ്സിലായില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. ഏട്ടത്തിയുടെ നെറ്റിൽ കിടക്കുന്ന സിന്ദൂരം എങ്ങനെയാ ചേട്ടൻ്റെ ഷർട്ടിൽ വന്നതെന്ന്. അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു തീർന്നതും ഞാനും ആ ഷർട്ടിൽ നോക്കി. ശരിയാണ്, സിന്ദൂരമുണ്ട്. നേരത്തെ തിരിഞ്ഞപ്പോൾ നെറ്റിൽ കിടന്നത് ഷർട്ടിലായതായിരിക്കും. ഈ വെള്ള ഷർട്ട് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഞാൻ വന്ന സമയം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പോയി. ഞാൻ പതിയെ പ്രണവേട്ടൻ്റെ മുഖത്ത് നോക്കി. ഷർട്ടിൽ കിടക്കുന്ന സുന്ദരം നോക്കിയതിനു ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. അത് ഞാൻ സോറി എല്ലാത്തിനും. അത്രയും പറഞ്ഞ് എൻ്റെ മറുപടിക്ക് കാക്കാതെ പെട്ടെന്ന് മുറിയുടെ പുറത്തു പോയി. സോറി, അതും എന്നോട്. സ്വപ്നമാണോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ച് നിന്നുപോയി.